അഭിവന്യ പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, വാത്സല്യമുള്ള ഏവരും, ഈ വലിയ പദവിക്ക് എന്നെ തിരഞ്ഞെടുത്തതിൽ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ ഗ്രിഗോറിയോസ് ബാവായെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ ഒരു ദൈവദൂതൻ്റെ മുൻപിൽ നിൽക്കുന്ന പ്രതീതിയാണ് എനിക്കുണ്ടായിരുന്നത്. 1963 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ വിനായകരുടെ ചുമതലയ്ക്ക് എന്നെ വട്ടക്കുന്നതിന് നിയമിച്ചു. ബഹുമാനപ്പെട്ട എം വി ഓർച്ചൻ എന്നെ കൊണ്ട് പരിശുദ്ധ ബാബാദികളുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം അവരോട് ചോദ്യം ചോദിച്ചു. മറുപടി പറഞ്ഞ അദ്ദേഹത്തിന് താല്പര്യമാണ്. എന്നെ കൈവച്ച് അനുഗ്രഹിച്ചു. പോകാൻ നേരം പറഞ്ഞു, മോനെ, നിനക്ക് നിന്നെ കാണാൻ ഒക്കത്തില്ല. എനിക്ക് വലിയ ദുഃഖം തോന്നി. ഉസ്താദ് എം വി ഓർച്ചൻ പറഞ്ഞു, ഇതെല്ലാവരോടും പറയുന്ന അച്ഛൻ വിഷമിക്കേണ്ട. ഈ തിരുമനസ് കൊണ്ട് കാലം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാലം ചെയ്യുന്നത് രാത്രി 4 മണിക്ക് അദ്ദേഹം കാലം ചെയ്ത് കസറയിൽ ഇരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. ഒരു ദർശനം പോലെ കൂടുതലുള്ളവരെ വിളിച്ചു. തിരുമേനി കാലം ചെയ്തു എന്ന് പറഞ്ഞു. അച്ഛൻ വെറുതെ പറയുന്നു, ഇതൊരു തോന്നലല്ല. ഇല്ല, ഇന്ന് ടെലിഗ്രാം വരുമെന്ന് പറഞ്ഞു. 10 മണിയായപ്പോൾ ടെലിഗ്രാം കിട്ടി. തിരുമേനി കാലം ചെയ്തത് അങ്ങനെയാണ്. വന്ന പിതാവിനെ എന്തെങ്കിലും മനപ്രയാസമുള്ള സമയത്ത് ഞാൻ ദർശനം കാണും. ഒരു സംഭവം മാത്രം പറയാം. സ്നേഹങ്ങളുടെ പാവകളോടെന്ന് പറഞ്ഞൊരു പുസ്തകം ഇവിടെയുണ്ട്. ആ പുസ്തകത്തിൻ്റെ 142-ാം പേജിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഞാൻ പൂഞ്ഞാൽ ബാലികാഗ്രാമിൽ പോയിട്ട് അവരുടെ കുർബാനയെ അർപ്പിച്ച് അന്നത്തെ മൻമാഡ് എക്സ്പ്രസ്സിൽ ഞാൻ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. രാത്രി 2 മണിയായപ്പോൾ പരിശുദ്ധ ഗ്രിഗോറിയോസ് ബാബ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മോൻ അധൈര്യപ്പെടണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അപ്പോഴാണ് ഒരു ചരക്ക് തീവണ്ടി വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചത്. എൻ്റെ തൊട്ടടുത്തുള്ള ബോഗിയിൽ 60 പേര് മരിച്ചു. അനേകർക്ക് പരിക്കേറ്റു. ഞാൻ സീറ്റിൽ നിന്ന് താഴെ വീണെങ്കിലും എനിക്ക് ഒരു ആപത്തും പറ്റിയില്ല. ഇതുപോലെ ഏതെങ്കിലും മനപ്രയാസം അനുഭവിക്കുന്ന സമയത്ത് തിരുമനസിലെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട്. അദ്ദേഹം എനിക്കിത് പ്രത്യക്ഷപ്പെടാറാണ്. ഇത് നിങ്ങളോട് പറയേണ്ടത് എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ തിരുമനസിലെ ദാനം ഈ അവാർഡ് ലഭിച്ചപ്പോൾ ആ വന്യപിതാവിനോടുള്ള ഭക്തിയെ രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷേ ഈ അവാർഡ് ലഭിക്കേണ്ടത് എൻ്റെ ഗുരുവായ ഉസ്താദ് സിംഗിനെ ആ തിരുമേനിയുടെ പേരിൽ ആണ് ഇത് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിനോടുകൂടെ 25,000 രൂപയുടെ ഒരു കാശാണ്. എനിക്ക് കൗതുകയ്ക്ക് അവാർഡ് വന്നപ്പോൾ ആ തുക യേശുവിന് വേണ്ടി നിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പല നേതാക്കന്മാർ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മണ്ടത്തം കാണിക്കരുത്. പക്ഷേ യേശുവിന് വേണ്ടി ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥാപനം ഏറ്റവും മനോഹരമായി നടക്കുന്നു. അവിടുത്തെ BJP ഗവൺമെൻറ് 3 മാസം മുമ്പ് തന്ന അവാർഡ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പട്ടത്തിലായിട്ട് എൻ്റെ 50-ാം വാർഷികത്തിൽ ബാംഗ്ലൂരിൽ ഇറങ്ങാൻ നടത്തിയപ്പോൾ അവിടെ MP വന്ന് പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനം ഏറ്റവും നന്നായി നടക്കുന്നുണ്ട്, ഞാൻ ഒരു ആംബുലൻസ് അടുത്ത ആഴ്ച അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. വലിയ സന്തോഷം തോന്നി. പ്രിയമുള്ളവരെ, ഈ തുക എന്ത് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. സഭയിലില്ലാത്ത ഒരു വേല തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ധന്മാർക്ക് വേണ്ടി വേല ഈ സഭയിലില്ല. അതുകൊണ്ട് ദൈവം തിരുവനന്തപുരത്തായാൽ നിലക്കൽ ഭദ്രാസനത്തിൽ ജീവാനുഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഭദ്രാസനത്തിൽ എവിടെയെങ്കിലും അന്ധന്മാർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വലിയ ദൈവങ്ങളുടെ ആവശ്യം പറഞ്ഞിരുന്നു. തിരുവനന്തപുരം സന്തോഷം രേഖപ്പെടുത്തി ഈ തുക അതിൻ്റെ ആദ്യത്തെ ഗുരുവായിട്ട് ഞാൻ നിക്ഷേപിക്കുകയാണ്. അമേരിക്കയിൽ ചില സ്നേഹിതന്മാർ ഒരു 50 ലക്ഷം രൂപ വെച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സഭയുടെ പേരിൽ ഒരു അന്തർധ്യാനവും
ഒരു ഐ ഹോസ്പിറ്റലും തുടങ്ങുവാൻ ഈ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഈ തുകയുടെ ആരംഭമായി ഞാൻ നിക്ഷേപിക്കും എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ ചെയ്ത വലിയ ഈ ദാനം ദൈവം വലുതാക്കി വലിയൊരു സ്ഥാപനമായി അനേകർക്ക് ദർശനം നൽകുവാൻ കാഴ്ച നൽകുന്ന ഒരു സ്ഥാപനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എളിയ ഞാൻ 2 ദിവസം മുമ്പ് 78 കഴിഞ്ഞ് 79 കയറി. ആൻ്റെ മനസ്സിലെ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നത്. ഗുജറാത്തിൽ 12 അഡ്വാൻസ് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ സഹായം ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ദൈവത്തിൻ്റെ വേല നടക്കണം. ഇപ്പോൾ 10 സ്റ്റേറ്റിലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ആൻ്റെ മനസ്സ് ഉൾപ്പെടെ. പ്രിയമുള്ളവരെ, സഭ വളരണം, ജനങ്ങളിലെ ക്ഷണങ്ങൾ, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ സഭയുടെ പ്രശ്നമാകണം. നമുക്കുണ്ടാകേണ്ടത് കുറെ ആർക്കാടികളല്ല. ജനങ്ങളുടെ നീറുന്ന പ്രശ്നമുണ്ടോ അത് നാം കണ്ടുപിടിക്കണം. അതിന് സഭ നേതൃത്വം നൽകണം. ഇതാണ് സഭയുടെ ലക്ഷ്യം. യേശുക്രിസ്തു ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്കാണ് ഇറങ്ങിച്ചെന്നത്. അതായിരുന്നു എൻ്റെ ആദ്യ സുവിശേഷം, എളിയവരോട് സുവിശേഷം അറിയിക്കുന്ന ഒരു അനുഭവം. അത് ഈ സഭ കുറച്ചൊന്നും ഡൗൺ ആക്കുമെന്നും സംശയമുണ്ട്. അത് മാറണം. സഭ ഉത്സാഹിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് എളിയവരെ ഉയർത്തിരിക്കുന്ന ഒരു സഭയായി തീരുകയും അങ്ങനെ യേശുവിന്റെ ഒരു സാക്ഷ്യം ഈ സഭയിൽ ഈ ലോകത്തിൽ ഉണ്ടാവുകയും ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനെ തെരഞ്ഞെടുത്ത എല്ലാവരോടും എൻ്റെ വിനീതമായ